വോട്ടർമാരെ നേരിൽ കണ്ടും വീടുകൾ കയറിയിറങ്ങിയും NDA സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യൻ പൊന്നാനി നഗരസഭാ പരിധിയിലാണ് സ്ഥാനാർത്ഥി പര്യടനം നടത്തിയത്. പൊന്നാനിയിലെ വിവിധയിടങ്ങളിലാണ് ഞായറാഴ്ച രാവിലെ മുതൽ NDA സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യൻ പ്രചരണം നടത്തിയത്. നോക്കൂ, വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെ ഇതിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ ഈ ബില്ല് അവതരണ വേളയിൽ തുടങ്ങി നമ്മൾ പറയുന്നുണ്ട്, ഇത് ഇവിടെയുള്ള ഒരു വ്യക്തിയെയും നിലവിൽ പൗരത്വമുള്ള ഒരാളെയും ബാധിക്കുന്ന ഒരു നിയമമല്ല. ഇതൊരു ഇൻക്ലൂസീവ് ആക്ടാണ്. കൂടുതൽ ആളുകളിലേക്ക് പൗരത്വം എത്തിക്കുന്നതിനായിട്ടുള്ള ഒരു ശ്രമം, അതും ഒരു 12 വർഷത്തെ കാലാവധി കൊടുക്കുന്ന നമ്മുടെ പൗരത്വം ലഭിക്കുന്നതിനായിട്ട് ഉണ്ട് എന്നുള്ളത് മാറ്റി കുറച്ചുകൂടി നമ്മൾ ഒരു 6 രാഷ്ട്രങ്ങളിൽ നിന്ന് അഭയാർത്ഥികളായി മറ്റൊരു ചരണവുമില്ലാതെ വന്നിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് മതരാഷ്ട്രമായതുകൊണ്ട് മാത്രം പീഡനം നേരിട്ട് ഇവിടെ വന്നിട്ടുള്ള ആളുകൾക്ക് കൂടി പൗരത്വം കൊടുക്കുന്ന ഒരു സംവിധാനമാണ്, ഒരു നിയമമാണ് എന്നത് നമ്മൾ വളരെ ക്ലിയറായിട്ട് പറയുകയാണ്. രാവിലെ പൊന്നാനി കണ്ടകുറുമ്പക്കാവ് ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം ഭക്തരെ കണ്ട് വോട്ടഭ്യർത്ഥിച്ചാണ് പ്രചരണത്തിന് തുടക്കം കുറിച്ചത്. തുടർന്ന് പൊന്നാനി നഗരസഭയിലെ നെയ്തലൂർ, ചെറുവായ്ക്കര കോളനി, ഓംതൃക്കാവ്, തെയ്യങ്ങാട്, ദുർഗാനഗർ, ഹരിഹരമംഗലം, കടവനാട്, കുറ്റിക്കാട് എന്നിവിടങ്ങളിലെ കുടുംബയോഗങ്ങൾക്ക് ശേഷം മാർജരി പഞ്ചായത്തിലെ മാർജരി ടൗൺ, അധികാരിപ്പടി ടൗൺ, കാഞ്ഞിരമുക്ക്, അത്താണി എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി. വൈകിട്ട് റോഡ് ഷോയും നടന്നു. തൃക്കാവ് ക്ഷേത്ര പരിസരത്തു നിന്നും തുടങ്ങിയ റോഡ് ഷോ ചന്തപ്പടി, ചമ്പ്രോട്ടം, കുണ്ടുകടവ് വഴി കണ്ടുകുറുമ്പക്കാവിൽ സമാപിച്ചു. റോഡ് ഷോയിൽ നിരവധി പ്രവർത്തകരും പങ്കെടുത്തു. വാഹനാകമ്പടിയോടെയാണ് റോഡ് ഷോ നടന്നത്. NCV ന്യൂസ്, പൊന്നാനി. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ദ്രവ്യകലശവും ഉത്സവവും മാർച്ച് 14 മുതൽ 24 കൂടി. ദ്രവ്യകലശം മാർച്ച് 14 മുതൽ 17 വരെ. കൊടിയേറ്റം മാർച്ച് 17 രാത്രി 7:30. ഉത്സവ ബലി മാർച്ച് 22. പള്ളിവേട്ട 23. ആറാട്ട് മാർച്ച് 24 ഞായറാഴ്ച. ക്ഷേത്രോത്സവ കലാപരിപാടികളുടെ ഭാഗമായി മാർച്ച് 22 വെള്ളിയാഴ്ച രാത്രി 7 മണിക്ക് പ്രശസ്ത സിനിമാ താരം ലക്ഷ്മി ഗോപാലസ്വാമി അവതരിപ്പിക്കുന്ന നൃത്തം ആഘോഷം ഉണ്ടായിരിക്കും. ഏവരെയും ക്ഷേത്ര സന്നിധിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു.